കേരള ക്രൈം ഫയൽസ് കണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സീസൺ 2 ആണത്. സീസൺ 1നേക്കാളും ബെറ്റർ തന്നെയാണ് സീസൺ 2 എന്ന് ഞാൻ പറയും. കാരണം നല്ലൊരു സ്റ്റോറി തന്നെയാണ്. പലർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. എന്തായാലും സീസൺ 1 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സീസൺ 2 ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. കാരണം മൊത്തം 6 എപ്പിസോഡ് 30 മിനിറ്റിന് അടിയിലാണ് വരുന്നത്. ലാസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് വീണ്ടും ഒരു 44 മിനിറ്റിൽ അപ്രോക്സ് വന്നത്. ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടൈലൻഡിലാണ് അവസാനിക്കുന്നത്. പിന്നെ അടുത്ത എപ്പിസോഡ് കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. 2 മണിക്കൂറിൻ്റെ അടുത്ത് വരും മൊത്തം എപ്പിസോഡ് കണ്ടു തീർക്കുമ്പോൾ നമുക്ക്. പിന്നെ ജിയോ സ്റ്റാറിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. മലയാളമുണ്ട്, തമിഴുണ്ട്, പല ഭാഷയിൽ നമുക്കിത് കാണാൻ സാധിക്കും. പിന്നെ ജേണർ നോക്കുകയാണെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരുപാട് സീരീസ് ആണെങ്കിലും സിനിമകളാണെങ്കിൽ പോലും സിനിമകളാണ് മെയിൻ. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് എന്ന് പറയും നമ്മൾ ഈ ഒരു കാര്യം. കാരണം ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും എന്താണ് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ അങ്ങനെ സ്പൂൺ ഫീഡിങ് ഒന്നുമില്ല. നമ്മളൊന്ന് വ്യക്തമായിട്ട് ഓരോ എപ്പിസോഡും നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു സീരീസിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട്, പ്രത്യേകത ഉണ്ട് ഈ ഒരു വെബ് സീരീസ് നോക്കുകയാണെങ്കിൽ കേരള ക്രൈം ഫയൽസ് സീസൺ 2. പിന്നെ എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഈ ഡോഗ് ലവേഴ്സിനൊക്കെ ഒരുപാട് കണക്റ്റ് ആവും ഈ ഒരു കേരള ക്രൈം ഫയൽസ് സീസൺ 2 പ്രത്യേകിച്ച് എടുത്തു പറയാണ്. അതുപോലെ തന്നെ കാസ്റ്റ് ആണെങ്കിലും അജു വർഗീസ്, ലാല്, പിന്നെ പുതിയൊരു ആക്ടർ കാണാൻ സാധിച്ചിട്ടുണ്ട്. പുള്ളിൻ്റെ പേര് എനിക്ക് അങ്ങനെ അറിയത്തില്ല. പുള്ളിയാണ് മെയിൻ ലീഡ്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും നമ്മുടെ കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞ ആ തിരക്കഥയുടെ അതേ തിരക്കഥാകൃത്താണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എല്ലാ രീതിയിലും നല്ലൊരു പെർഫെക്റ്റ് ആയ ഒരു സീരീസ് തന്നെയാണ്. കാണാൻ പറ്റുന്നവർ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുക.